ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ റെഡിഷ് വെയിൽ കൺട്രി പാർക്കിൽ വന്നേക്കുന്നത്. ഇതൊരു ഫാമാണ്. റെഡിഷ് വെയിൽ ഞാൻ അന്ന് പോയിട്ട് കാണാൻ പറ്റാതിരുന്ന ആ പാർക്കിൻ്റെ അടുത്തുള്ള ഫാമിലാണ് വന്നേക്കുന്നത്. ഒരു ഫാമാണിത്. ഇവിടെ എല്ലാം അടിപൊളിയാണ്. ഞങ്ങൾ ടിക്കറ്റ് എടുത്തപ്പോൾ ഞങ്ങൾക്ക് ഒരു ക്യാരറ്റിൻ്റെ ബോക്സ് എല്ലാം കിട്ടി. ഫാമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. വേണ്ടേ, ഇതാണ് ഇവിടുത്തെ ഫാം. ഞാൻ ഇത്രയും ഭംഗിയുള്ള ഒരു പശുവിനെ ആദ്യമായിട്ട് കാണുന്നത്. പശുവിൻ്റെ ഒരു ഭംഗിയുണ്ട. ഈ ഫാം ഒരു രക്ഷയില്ല. നല്ല രസമാണ്. പശുക്കളും ഇതെല്ലാം കൂടെ. ഇപ്പോൾ പ്രീതി പശുവിന് ക്യാരറ്റ് കൊടുത്തു. ഇനി ചെറിയ പശുവിന് ചെറിയൊരു പശുക്കുട്ടി ഉണ്ട്. അതിന് ആമിനെ കൊണ്ട് കൊടുപ്പിക്കാനുള്ള പരിപാടിയാണ് ക്യാരറ്റ്. പിള്ളേരുകളെല്ലാം ഇവിടെ പശുവിന് ക്യാരറ്റ് കൊടുത്തോണ്ടിരിക്കുക. ഇവിടുത്തെ ചെമ്മരിയാടിൻ്റെത്. ഇത് ഫുള്ള് ചെമ്മരിയാടുകളാണ്. ഈ ഫാം നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ആക്ച്വലി. ഭയങ്കര രസമാണ് ഈ ഫാമെല്ലാം. കണ്ടോ, ഫാമിൻ്റെ ഒരു ഔട്ടർ വ്യൂ ആണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇപ്പം ഇവിടെ ഈ ഒരു ചെമ്മരിയാടിൻ്റെ ഒരു ഇതുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ചെമ്മരിയാടുകളാണ്. ഇപ്പം ചെമ്മരിയാടിന് കൊടുക്കാനുള്ള പരിപാടിയാണ് ഈ ക്യാരറ്റ്. ഇവിടെ നിന്ന് നമുക്ക് ഇറങ്ങുമ്പോൾ ഒരു ബക്കറ്റ് ക്യാരറ്റ് തരും. ആ ക്യാരറ്റൊക്കെ നമുക്ക് ഇവിടുത്തെ മൃഗങ്ങൾക്കെല്ലാം കൊടുക്കാം. ഇതാണ് ചെമ്മരിയാടുകൾ. ആമിനെ കൊണ്ട് ചെറിയ ഒരാടിൻ്റെ കുട്ടിയുണ്ട് ഇവിടെ, അതിന് കൊടുപ്പിക്കുകയാണ് ക്യാരറ്റ്. ആമിനെ കൊണ്ട് ആമി ക്യാരറ്റ് കൊടുക്കുന്നു. ഈ പിള്ളേരുകൾക്ക് അടിപൊളി സംഭവമാട്ടാ. ഫാമിങ്ങും കാര്യങ്ങളൊക്കെ ഈ മൃഗങ്ങളെ ഒക്കെ കാണും ചെയ്യാം. ഫുഡൊക്കെ ഡയറക്റ്റ് കൊടുക്കുന്ന ഒരു സെറ്റപ്പ്, അത് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഇവിടെ എല്ലാവരും വന്ന്, നിങ്ങൾ പിള്ളേരുകളുള്ളവർക്ക് ഇവിടെ എന്തായാലും കൊണ്ടുവരണം. ഇവർക്ക് ഭയങ്കര കൗതുകമായിരിക്കും കുട്ടികൾക്ക്. ഇപ്പോൾ എനിക്ക് തന്നെ ഇവിടെ നിറച്ച് പിള്ളേരുകളാണ്. ഇവിടെ ഫുള്ള് കുട്ടികളെയും കൊണ്ട് ഇംഗ്ലീഷുകാർ മൊത്തം വന്നേക്കോ. ഇതാണ് ഗിനിപെക്സ് കേട്ടാ. എനിക്ക് പല മൃഗങ്ങളെയും പേര് പറഞ്ഞിടാ. ഇതിന് ഗിനിപെക്സ് എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. ഇതാണ് പിള്ളേരുകൾക്ക് ടച്ച് ചെയ്യാം. എല്ലാത്തിനെയും ടച്ച് ചെയ്ത് അവർക്ക് ക്യാരറ്റ് ഇതൊക്കെ കൊടുക്കാം. വേണ്ട, അപ്പോൾ പ്രീതിയുടെ കയ്യിൽ ക്യാരറ്റിൻ്റെ ഒരു ബക്കറ്റ് ഇരിക്കുക. നമ്മളിവിടെ ടിക്കറ്റ് എടുത്തപ്പോൾ കിട്ടിയതാണ്. നമുക്ക് ഇവരെ ഡയറക്റ്റ് കൊടുക്കാം, കൈകൊണ്ട് തൊടാം. കുട്ടികൾക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ഫാമാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും പിള്ളേരുകളുള്ളവർ എന്തായാലും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യണം. അപ്പോഴാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് മനസ്സിലാവുള്ളൂ. ഞാൻ എത്ര പറഞ്ഞാലും ഇവിടെ പിള്ളേരുകൾ ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന ഡയറക്റ്റ് എക്സ്പീരിയൻസ് നമ്മൾ പഠിപ്പിക്കുന്ന പോലെയൊന്നുമല്ലല്ലോ. ഇത് മൊത്തം റാബിറ്റ്സിൻ്റെ വെറൈറ്റീസാണ്. ഇനി ലോപ്പ് റാബിറ്റ് എന്നാണ് ഇതിനെ പറയാം. ഈ റാബിറ്റിൻ്റെ വലുപ്പം കണ്ടോ നിങ്ങൾ? കാണിച്ചു തരാവേ. ഇത്ര വലുപ്പമുണ്ട്. ആക്ച്വലി ഇതൊരു ടെഡ്ഡി ബെയർ പോലെ, നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ടെഡ്ഡി ബെയർ പോലെ ഇരിക്കുന്നത് റാബിറ്റ്. ഇത് ഗിനി പെഗ്. എല്ലാം കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇവർ ഇട്ട് വെച്ചേക്കുന്ന ആ ഒരു രീതിയും ഭയങ്കര നീറ്റായി ഈ ഫാം. നമുക്കൊരു സ്മെല്ലോ കാര്യങ്ങളോ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും വരുന്നില്ല. ഇതിനെ മിനി റെക്സ് റാബിറ്റ് എന്നാണ് പറയുന്നത്. ഇതാണ് റാബിറ്റ്. വക്കോലിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. ആമിപ്പോൾ മൊയിലിന് ക്യാരറ്റ് കൊടുക്കണേ. അവളുടെ ഫേവറേറ്റാണ് ഈ മൊയിലച്ചെന്ന് എപ്പോഴും പറയാം എന്നോട്. അതുകൊണ്ടാണ് ഞാനിങ്ങോട്ട് മെയിനായിട്ട് കൊണ്ടുവന്നത് തന്നെ. ഇപ്പോൾ ക്യാരറ്റ് കൊടുക്കണം ആമി. ഞാനൊരു വെറൈറ്റി റാബിറ്റിനെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിനെ ലയൺ ഹെഡ് റാബിറ്റ് എന്നാണ് പറയുന്നത്. എന്ത് നമ്മുടെ പേർഷ്യൻ പൂച്ചയുടെ പോലെയൊക്കെ ഇരിക്കുന്നത്, ഫുള്ള് കൂടെയായിട്ട്. ലയൺ ഹെഡ് റാബിറ്റ് എന്നാണ് ഇതിന് പറയുന്നത്.
എന്ത് ഭംഗിയാ നോക്കി റാബിറ്റിനോട്. ഇങ്ങനെ ഒരു റാബിറ്റുള്ള കാര്യം ഞാനിവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. ഇത്രയ്ക്കും ഭംഗിയുള്ള റാബിറ്റിനെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. കാണാനുള്ള ലുക്ക് ഉണ്ടോ? ഇവരെല്ലാവരും ഇതിനെ ടച്ച് ചെയ്തിട്ട് പോകുന്നില്ല, കാരണം അത്രയ്ക്ക് അടിപൊളിയായി ഈ റാബിറ്റ്. നിങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയില്ല കേട്ടോ. ഈ റാബിറ്റ് കാണാൻ അത്രയ്ക്ക് രസമാണ്. ആമി ഇതായത് ഇവിടെ വന്നു കൊടുക്കും, അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ്. ആമി ഇത് ക്യാരറ്റ് കൊടുക്കണം അതിന്. ഭയങ്കര കാണാൻ കേട്ടോ. സൗത്ത് അമേരിക്കൻ ആണിത്. ഇതിന് അൽപ്പക്കാസ് എന്നാണ് പറയുന്നത്. അൽപ്പക്കാസ് നല്ല കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ പൂടയും ഭയങ്കര ഒരു സെറ്റപ്പാണ്. നമ്മൾ ഈ കമ്പിളി പുതപ്പൊക്കെ ഈ നമ്മുടെ വീട്ടിൽ നമ്മൾ സെറ്റിമൊക്കെ തണുപ്പ് പോകാനായിട്ട് ഇടുന്ന ആ ഒരു പുതപ്പുണ്ടല്ലോ, അതുപോലെ ഇരിക്കുന്നു. അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇതാണ് ഇതിൻ്റെ പുറത്തുള്ള തൂവൽ. ഭയങ്കര രസമാണ് കാണാൻ കേട്ടോ. അൽപ്പക്കാസ്. ഇപ്പോൾ ഞങ്ങൾ പോനി എന്ന് പറഞ്ഞാൽ കുതിരയുടെയൊക്കെ മോഡലൊരു സംഭവം, പോനി എന്നാണ് പറയുക. അപ്പോൾ അതിൻ്റെ അടുത്ത് വന്നേക്കാണ്. ഇതിന് പിള്ളേരുകളെ ഹെൽമെറ്റ് വെച്ചിട്ട് അതിനെ പോയിട്ട് തലോടാൻ പറ്റും. അപ്പോൾ ആമീനെ അതിന് കൊണ്ടുപോവാണ്. ആമീനെ ഹെൽമെറ്റ് വെച്ച് കൊടുത്തു. ഇനി പോനീൻ്റെ അടുത്ത് പോയിട്ട് അതിൻ്റെ കൂടെ നിൽക്കാം, അതിനെ തൊടാം, ടച്ച് ചെയ്യാനൊക്കെ പറ്റും. ഇത് അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. പിള്ളേരുകൾ കുട്ടികളുണ്ടെങ്കിൽ ഇവിടെ മസ്റ്റായിട്ടും കൊണ്ടുവരണമെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇപ്പം ഇവിടെ നിന്നല്ല, ഇങ്ങനത്തെ ഫാമുകളുണ്ടെങ്കിൽ അവരിത് എക്സ്പ്ലോർ ചെയ്യിപ്പിക്കണം. അതിൻ്റെ ആ ഹെയർ ചീകി കൊടുക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ കയ്യിൽ. അതാണ്ട് ഇപ്പോൾ ആമയും വേറൊരു കൊച്ചും കൂടെ അവിടെ വന്ന് അതാ പരിപാടി. ഇതിൻ്റെ പേരാണ് മീർ ക്യാറ്റ്സ്. ഇത് മംഗൂസ് ഫാമിലിയിൽ പെടുന്നതാണ്. യൂഷ്വലി നമ്മൾ മേടിച്ച ക്യാരറ്റ്സ് ഇതിന് കൊടുക്കാൻ പറ്റില്ല, കാരണം ഇൻസെക്ട്സും സ്നേക്സും അങ്ങനത്തെ സാധനങ്ങളാണ് ഇത് കഴിക്കുന്നത്. ഡേഞ്ചറിൽ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് പട്ടീനെ പോലെ ബാർക്ക് ചെയ്യും, പിന്നെ പല വിസ്ലിംഗ് സൗണ്ട് ഉണ്ടാക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ക്യാരറ്റ്സ് കൊടുക്കുന്നു ഷീപ്പിന്. ഏറ്റവും വലിയ ക്യാരറ്റ് നോക്കിയാണ് അവൾ കൊടുക്കുന്നത്. ആമി കൊടുക്ക്, ക്യാരറ്റ് കൊടുക്ക്. മൊത്തം കൊടുത്തോടി. ബോർ ഗോട്ട് എന്ന് പറയും. ഞാൻ കുറച്ച് ക്യാരറ്റ്സ് കൊടുത്ത് നോക്കാം. നൈസ്. ഇത് ഫീമെയിൽ ഷീപ്പാണ് ആമി ഇപ്പം ക്യാരറ്റ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് മുന്നോട്ട് പോവാം. ഇതും ഗോട്ടിൽ പെടുന്ന ഒരു സ്പീഷിയാണ്. ഇതിനെ ഓൾഡ് ഇംഗ്ലീഷ് ഗോട്ട് എന്ന് പറയും. ഓക്കെ, വലിയ കൊമ്പുള്ള ഗോട്ടാണ്. ഓ നൈസ്. അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി, വലിയ കൊമ്പുണ്ട്. പക്ഷേ വളരെ സോഷ്യൽ ആനിമലാണ്. പെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോട്ടാണ്. കൊമ്പ് കണ്ടിട്ട് ആരും പേടിക്കണ്ട. സോ വീണ്ടും നമ്മൾ ആൽപ്പക്കയുടെ അടുത്ത് വന്നേക്കാണ്. വാവ്. സോ ആൽപ്പക്ക ഇങ്ങനെയാണ് ശബ്ദം ഉണ്ടാക്കുന്നത്. ഓ സോ ബ്യൂട്ടിഫുൾ. ഹായ്, നിങ്ങൾക്ക് കേൾക്കാമല്ലോ അല്ലേ? ഇവിടെ ഒരു ബ്ലാക്ക് അൽപ്പക്കയും കൂടി ഉണ്ട്, അതിനെയും കൂടി കാണിച്ചു തരാം ഞാൻ. ഷീപ്പിനെ പോലെ തന്നെ ഇതിനെയും ഷേവ് ചെയ്യും ഇതിൻ്റെ ഹെയറിന് വേണ്ടിയിട്ട്. എന്നിട്ട് വൂൾ എടുത്തിട്ട് സ്വെറ്റേഴ്സും ഹാറ്റ്സും സ്കാർഫ്സൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഇവരുടെ ഹെയർ വെച്ച്. നമ്മൾ പോകുന്നത് ഫാമിൽ ഡോങ്കീസിൻ്റെ അടുത്താണ്. ആമി ക്യാരറ്റ് ഡ്രോപ്പ് ചെയ്തു. എന്നാ ആമി പിക്കി, എന്നാ കൊടുക്ക്. ഡോങ്കീസാണ്, കഴുതകൾ. ഒരുപാട് ഹാർഡ് വർക്കിംഗ് ആനിമലാണ്. നമ്മൾ പലപ്പോഴും
അതിൻ്റെ ഹാർഡ് വർക്കിനെ അക്നോളജ് ചെയ്യാറില്ല, പക്ഷെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ആനിമലാണ് ഡോങ്കീസ്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഷയർ ഹോഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഹോഴ്സിൻ്റെ ഒരു ബ്രീഡാണ്. വൺ ഓഫ് ദ ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് സ്റ്റണ്ണിങ് ഹോഴ്സസ് ആണിത്. വാവ്, ബ്യൂട്ടിഫുൾ. ഹേ ഹായ്. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കാണുന്നതുണ്ടോ മൊത്തം പിള്ളേരുകൾക്ക്. ഈ ഫാം വിസിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിള്ളേരുകളുടെ ആക്ടിവിറ്റീസായിട്ട് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കുറേ കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് ഈ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നമുക്ക് പിള്ളേരെ കൊണ്ടുവന്ന് കളിപ്പിക്കുകയൊക്കെ ചെയ്യാം. ആമി ഇപ്പോൾ ഇങ്ങനെ ഒരു വണ്ടിയുടെ ഉള്ളിൽ ട്രാക്ടറിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നു. കുറേ കുട്ടികളെ കളിക്കുന്ന കുറേ ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് കളിച്ച് അതിൻ്റെ അപ്പുറത്ത് സിപ്പ് ലൈനും കാര്യങ്ങളുണ്ട്. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. വാനില ഐസ്ക്രീം. വാവ്, താങ്ക് യു. സ്പോട്ടിലോട്ട് ഇവിടെ അടുത്ത പിള്ളേരുകളുടെ ആക്ടിവിറ്റീസ് തന്നെ കുറേ കളിക്കുന്ന സംഭവങ്ങളാണെന്ന് തോന്നുന്നു. സിപ്പ് ലൈൻ പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് മൂവ് ആവാ. ആമി കണ്ട വഴിക്ക് ഓടുക. ഇപ്പം നമ്മളെയൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവള് ഒരു ഓട്ടാണ്. വേണ്ട, അടുത്ത ലാൻഡാണ് പിള്ളേരുകളുടെ. ഇവിടെ ആക്ച്വലി കുട്ടികൾക്കൊരു വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. ഉറപ്പായിട്ടും പിള്ളേരെയും കൊണ്ട് വരണം, എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ. പിള്ളേരുകളുടെ ആക്ടിവിറ്റീസുകളാണ് ഇവിടെ ഫുള്ള്. അത് നല്ല സ്മൂത്ത്. താഴെ ഇവർ ഈ മരത്തിൻ്റെ അറക്കപ്പൊടി പോലെ ഇത് ഇട്ടേക്കുന്ന കാരണം കൊണ്ട് വീണാലൊന്നും ഒരു പ്രശ്നവുമില്ല. നല്ല സുഖമാണ്. പിള്ളേരൊക്കെ സിപ്പ് ലൈൻ കളിക്കുന്നുണ്ടോ? ഇതുണ്ടോ കളിക്കണമെങ്കിൽ പിള്ളേർ സിപ്പ് ലൈനും. പിള്ളേർക്ക് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ കളിക്കാനായിട്ട് കേട്ടോ. വലിയൊരു ലാൻഡാണ് ആക്ച്വലി ഇത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഇന്ന് ഈ പ്ലേസും ഭയങ്കര അടിപൊളിയായി. ഇപ്പോൾ അതേ ആമി ഭയങ്കര ജമ്പിങ്ങിലായി. അവൾ കണ്ട ഫുള്ള് ചാടിക്കളിയായി. ഇത് കണ്ടില്ലേ ഈ സെറ്റപ്പ്? ഇവിടെ എല്ലാം ഭയങ്കര രസമാണ്. ഒന്നാമത്തെ കാര്യം നല്ല വെതറാണ്. സ്കൈ കണ്ട നല്ല ബ്ലൂ സ്കൈ, വെയിലുണ്ട് അത്യാവശ്യം. ഇത് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഏരിയ തന്നെയാണിത്. ഈ ഏരിയയിൽ ഫുള്ള് കുട്ടികൾക്ക് കളിക്കാനുള്ളൊരിതും ഈ ജമ്പിങ്ങിൻ്റെ ഇതും. പിന്നെ ഇവർ ഈ ഫാമാണെന്ന് ആലോചിക്കണേ, ഈ ഫുൾ ഫാം. പക്ഷെ ഇതൊരു സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന രീതി ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടെ എല്ലാം നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതുകൊണ്ട് ഇവിടെ പിള്ളേരായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ ഫുള്ള് ഒരു ദിവസം ഫുള്ള് എൻ്റർടൈൻ ചെയ്യാനുള്ള എല്ലാ പരിപാടികളും ഉണ്ട്. സ്പോട്ട് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചേരെ. ഞങ്ങൾ ഈ പിള്ളേരുകൾ കളിക്കുന്ന സ്ഥലത്ത് തന്നെയാണ്. ഇത് ആമി അവിടെയാണ് നേരെ കണ്ട. അവളവിടെ പോയി ഇങ്ങനെ നോക്കുക. അത് ഈ ഹലോവീൻ്റെ ടൈമിലുള്ള പാർട്ടിയുടെ സ്റ്റേജാണെന്ന് തോന്നുന്നത്. പിന്നെ നിങ്ങൾ നോക്കണേ, ഇവിടെ ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഫാമാണ് ആക്ച്വലി. ഇത് എന്തോ ഡൈനോസേഴ്സിൻ്റെ ഒക്കെ എന്തൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ആക്ടിവിറ്റീസ് ഒരുപാട് നടക്കുന്ന സ്ഥലമാണ്. നമുക്കിവിടെ ബർത്ത്ഡേ പാർട്ടി പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം. വേണ്ട, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഈ ഫാം വിസിറ്റ് ചെയ്യാൻ മസ്റ്റ് വിസിറ്റ് പ്ലേസാണിത്. ഇത് അടിപൊളി സ്ഥലമാണ്. സമയം കിട്ടി കഴിഞ്ഞാൽ കുട്ടികളെയും കൊണ്ട് വന്ന് വിസിറ്റ് ചെയ്യാൻ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ആണെന്ന് എനിക്ക് തോന്നിയ ഒരു സ്ഥലമാണ്. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് അവിടെ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ ഏരിയയുടെ ഒരു ലുക്ക് വൈസ് കണ്ട. ഇവരിവിടെ ഫാം സെറ്റ് ചെയ്തിട്ടേക്കാണ്. ഇവിടെ വലിയ ഫാമാണ് ആക്ച്വലി. നമുക്കിവിടെ ഒരു ചെറിയ ടോയ് ട്രെയിൻ പരിപാടി, ഇത് ബർത്ത്ഡേ പാർട്ടിക്ക് ഫങ്ഷനൊക്കെ ഇവിടെ എടുക്കാം നമുക്ക്. ഞാനിവിടെ ചോദിച്ചപ്പോൾ മനസ്സിലായ കാര്യമാണ്. നമുക്ക് ബർത്ത്ഡേ പാർട്ടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ബുക്ക് ചെയ്യാം ഇവിടെ, ഔട്ട്ഡോർ പരിപാടികൾ.
വലിയൊരു ഫാമാണ്. ഇതിനുള്ളിൽ കുറേ മൃഗങ്ങളുണ്ട്. മൃഗങ്ങൾക്കെല്ലാം നമ്മൾ ഇപ്പം നിങ്ങൾ കണ്ടായിരുന്നല്ലോ നേരത്തെ, മൃഗങ്ങൾക്കെല്ലാം നമ്മൾ ഒരു ബക്കറ്റ് ക്യാരറ്റ് തരും. അതൊക്കെ കൊടുക്കാനുള്ള മൃഗങ്ങൾക്കൊക്കെ കൊടുത്ത് കുട്ടികളെ കൊണ്ട് കൊടുപ്പിക്കാം, ടച്ച് ചെയ്യാം, എല്ലാം ചെയ്യാം. അത് കഴിഞ്ഞ് ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള ആക്ടിവിറ്റീസുകളും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതാണ് ഈ ടോയ് ട്രെയിൻ പരിപാടി. ഇങ്ങനെ വരുന്നതുണ്ട, ഒരു ട്രെയിൻ വരുന്നതുണ്ട. ഇത് ട്രെയിനല്ല, ട്രാക്ടറിൽ ട്രെയിൻ മോഡലിൽ ചെയ്തിട്ട് നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഈ ടോയ് ട്രെയിൻ ഓടിക്കാൻ പറ്റും. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോയ് ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് ടോയ് ട്രെയിൻ പിള്ളേരെ എടുത്തിട്ട് പോകുന്നത്. ഇതേ സാഹസം തുടങ്ങി. കുറേ നേരമായി അവൾ വരുന്നൊന്നുമില്ല. ഇപ്പോൾ അവളെ തിരിച്ചെങ്ങനെ വീട്ടിൽ കൊണ്ടുപോകുന്നോളാം. 4:30 ഇത് ക്ലോസ് ചെയ്യും. ഇത്ര ഹൈറ്റിൽ ആശാതി കയറി അങ്ങ് പോവാ. ആമീൻ അവസാനം എന്തായാലും തീർന്നു. ഇന്നത്തെ ലാസ്റ്റ് റൈഡാ. അപ്പോൾ ആ ട്രെയിനിലും കൂടെ കയറ്റി അവളവിടെ ഇരിക്കുക. ട്രെയിനിന്നല്ല, ഒരു ട്രാക്ടറിൽ ട്രെയിൻ മോഡലിൽ കുട്ടികൾക്ക് ഈ ഫാമിനുള്ളിൽ ചുറ്റിയിട്ട് വരും. 250 പൗണ്ടുള്ളൂ. വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല. ആക്ച്വലി ഈ പാർക്ക് ഒരാൾക്ക് 10 പൗണ്ടാണ് എൻട്രി വരുന്നത്. വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല. ആ 10 പൗണ്ടിനുള്ളതുണ്ട് ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ. പിള്ളേരെ കൊണ്ട് വരും, എന്തായാലും എല്ലാവരും മസ്റ്റായിട്ടും വരണം. അടിപൊളി പാർക്കാണ്. അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും പിള്ളേർക്ക്. ഞങ്ങളിപ്പോൾ റെഡിഷ് ഫാമിൻ്റെ ഉള്ളിൽ നിന്ന് റെഡിഷ് വെയിൽ കൺട്രി പാർക്ക് ഉണ്ട് ഇവിടെ. ആ പാർക്കിലേക്ക് പോവാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ എനിക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല. ഞാൻ അന്ന് പറഞ്ഞ ആ ബ്രിഡ്ജാണ് സ്ട്രൈറ്റിൽ വലുതായിട്ട് കാണുന്നത്. ഇവിടെ ആ ഫാമിൻ്റെ താഴോട്ടേക്ക് ഞങ്ങൾ നടന്നിറങ്ങിക്കഴിഞ്ഞാൽ ഈ പാർക്കായി. ഇത് മൊത്തം ഫാം ഹൗസുകളാണ് ഫുള്ള്. ഇതിപ്പോൾ അവിടെ അറ്റത്ത് ഹോൾസാണ് നിൽക്കുന്നത്. ഒരു പോണ്ട്, ഒരു ലേക്ക് പോലെ, പോണ്ടല്ല ലേക്കാണ്. അതുപോലെ തന്നെ നേരെ ഒരു ബ്രിഡ്ജുണ്ട്. ഇതിനിപ്പുറത്തോടെ ഒരു റിവർ പോകുന്നുണ്ട്. ഇതാണ് റിവർ. ഇത് ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. റിലാക്സ് ചെയ്യുന്ന കേട്ടോ. താഴെ കൂടെ ഒരു റിവർ പോകുന്നുണ്ട്. അതിൻ്റെ ടോപ്പിൽ കൂടെ ഒരു റെയിൽവേ ബ്രിഡ്ജാണത്, വലിയ ബ്രിഡ്ജ് പോണത്. ഭയങ്കര രസമാണ് ഇവിടെ ടോട്ടലി കാണാനായിട്ട്. ഇതിവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലമാണ്. ഞങ്ങൾ ഈ പാർക്കിൽ വന്നപ്പോൾ ലേറ്റായി. ഇപ്പോൾ ഓൾറെഡി ആ ഫാം ഹൗസ് വിസിറ്റ് ചെയ്തപ്പോൾ നന്നായി ലേറ്റായി. ഇന്നിവിടെ വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇത് വലിയ പാർക്കാണ്, ചെറുതല്ല, ഭയങ്കര വലിയ പാർക്കാണ്. അന്ന് ഞങ്ങൾ ഇതിൻ്റെ സൈക്ലിംഗ് ഡോഗ് വാക്ക് ഏരിയ കൂടെ നടന്നത് നിങ്ങൾ മുന്നത്തെ വീഡിയോയിൽ കണ്ടതാണ്. അപ്പോൾ എത്രത്തോളം വലിപ്പമുണ്ടെന്ന് അറിയാം. എന്നിട്ട് ഇതിൻ്റെ പാർക്കിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷേ ഈ പാർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് പറ്റിയില്ല. ഇപ്പോൾ ചെറുതായിട്ട് മഴയുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ വൈൻഡപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് വേറെ ദിവസം കാണാം.